ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അതിനെ തൊടാം എത്തിയിട്ടുണ്ട് നമ്മള്. ചൈന ഭയങ്കര തന്നെ, നമ്മൾ വിചാരിച്ച പ്രതീക്ഷിച്ചതിലും കൂടുതൽ അനുഭവം സന്തോഷത്തിന്റെ. ചൈനയിലെ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ തുടങ്ങിയാലോ? അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ചാൻ ചേലാന്ന് എല്ലാവർക്കും അറിയാലേ. സോ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. സോ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇന്ന് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. സോ വന്ന് പാടെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. അത് കഴിഞ്ഞതാ ഇങ്ങനെ മരത്തിന്റെ സ്റ്റെയറുകൾ ഉണ്ട്. അങ്ങനെ സ്റ്റെയർ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആ വലിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും കൂടി ഞാൻ പറഞ്ഞു തരാം. ഏകദേശം 360 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് നിൽക്കുന്നത് കേട്ടോ. 2 മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. അതേപോലെ തന്നെ 3 ലെയർ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഭയങ്കര സെക്യൂരിറ്റി ആണ്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇവിടെ കയറാനായിട്ട് എന്നാലും ചെറിയ ഭയം നമ്മുടെ ഉള്ളിൽ വരും, അത് സ്വാഭാവികം. 20 പേരോളം വലിയ ചുറ്റികൊക്കെ വെച്ചിട്ട് ഇടിച്ച് പൊളിച്ച് കളയാൻ ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത ഒരു ബ്രിഡ്ജാണിത്. അങ്ങനെയൊക്കെയാണ് ഒരു സെക്യൂരിറ്റി ചെക്ക് നടത്തിയിരിക്കുന്നത്. അതേപോലെ 15 ടൺ വരുന്ന വാഹനങ്ങൾ ഇതിന്റെ മോളിക്കോടെ ഓടിച്ചിട്ട് അവർ നോക്കി അത് പൊട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. സോ അത്രയും ലെവലിലുള്ള സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കാതെ നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ബ്രിഡ്ജിന്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനു മുമ്പ് നമ്മൾക്ക് ഒരു ഷൂ അല്ല, ഒരു ചെറിയൊരു കവർ ഇടാനായിട്ടുണ്ട്. അത് ഇട്ടിട്ടാണ് നമ്മൾ അതിന് മുകളിൽ കയറുക. കാരണം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും അധികം വരാതെ അതിനങ്ങനെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരത് അങ്ങനെ ചെയ്യുന്നത്. ഈ കളറാണ് ലോവർ സൈസ് വരുന്നത്. ബ്ലാക്ക് കളറ് വലിയവർക്കുള്ളതാണ്. വലിയവർക്കുള്ളത് മീൻസ് നീളം കൂടിയ കാലുകൾക്കുള്ളതാണ്. സോ നമ്മളത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി കയറാൻ വേണ്ടി പോവാണ്. വന്നത് വീക്കെൻഡിലായ കാരണം കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. സോ എല്ലാവരും ഈ ഗ്ലാസ് കിടന്നിട്ട് ഇഴയുകയാണ്. ഇപ്പൊ അങ്ങോട്ടൊക്കെ നോക്കിയത് എല്ലാവരും ഗ്ലാസ് കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്നതോറും നമ്മുടെ ടീംസിനെ കാണാട്ടാ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ബഞ്ചിങ് ജമ്പിങ് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ബഞ്ചിങ് ജമ്പിങ് ആണ്. അത് കൂടാതെ സിപ്പ് ലൈൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും കെട്ടുന്ന് ഇരുന്ന് എന്തൊക്കെ ചെയ്യണേ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അമ്മേ അയ്യോ, ആ ഗ്ലാസിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉണ്ട് ഇവിടേക്ക് വരും കേട്ടോ. പക്ഷെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാ. പേടി ഉണ്ട് എന്നുണ്ടെങ്കിലും, ഇനി നമുക്ക് പേടി ഉണ്ട്, നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ കണ്ട ഗ്ലാസ് ഇല്ലാത്ത സ്ഥലമുണ്ട്. സോ നമുക്ക് അതുമൊക്കെ പോവാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ അവിടെ ആ ലിഫ്റ്റിൽ പോകുന്നതില്ലേ, അതൊക്കെ ആ സിപ്പ് ലൈനിലേക്ക് പോവാനായിട്ടുള്ള ആൾക്കാരാണ്. ഇതിന് ഓരോന്നിനും ഡിഫറെന്റ് പ്രൈസുകളാണ്. അപ്പൊ നമ്മള് അത് പേ ചെയ്യണം കേട്ടോ. ഞാൻ നോക്കിയപ്പോ ബഞ്ചിങ് ജമ്പിന് 1000 യുവാനാണ് കണ്ടത്. ഇതിന് 360 ആണോ അത് 260 ആണോ എന്ന് സംശയമുണ്ട്. ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. നോക്ക്, കാണുന്നുണ്ട് അതില് കണ്ട അതിക്കോടെ, അതായത് ആ ഒരു മലയുടെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോവാം. അതിന്റെ താഴ്ച നിങ്ങളൊന്ന് നോക്കിയേ. അത് ചെയ്യണവര് ഞാൻ സമ്മതിച്ചുട്ടാ അല്ലേ. ആ താഴ്ച കണ്ട ശരിക്കും കാണുന്നുണ്ട്. അതിൽ ആ 3 പേരിങ്ങനെ നടന്നു പോകുന്നത് കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നമ്മള് പോകുന്നുണ്ട്, ഗ്ലാസ് പാത്ത് വേക്ക് നടക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള വഴിയൊന്നും ഉണ്ടായിരിക്കില്ല. ഗ്രില്ലുകളായിരിക്കും, അതായത് ഇങ്ങനെ ലാഡർ പോലത്തെ സ്ഥലമായിരിക്കും. അതുകൂടെ വന്ന് ചവിട്ടി പോകണം. സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം എന്താ പറയാ, ഒരു ഇത് വേണം, ധൈര്യം വേണം. ഇവരിവിടെ എന്താ കാണിച്ചു കൂട്ടുന്നേ? അങ്ങോട്ടില്ലേ, ഇവിടെ വരെ നിക്കുള്ളൂ. ഞാനില്ലാന്ന്, എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാന്നാണ് ആന്റി പറയുന്നത്. ഇപ്പൊ ഞങ്ങള് കറക്റ്റ് സെന്ററിലാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഒരു ഉയരം കണ്ട. നിങ്ങൾ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, ഇവിടെ നിന്ന് പറയാം. വേണ്ട, കയറി പറയാം. എനിക്ക് കയറണമെന്നുണ്ട്, കയറണ്ടെന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലേ
മിഡിൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ വലിയ ആൾ തിരക്കൊന്നും ഇല്ല കേട്ടോ. സോ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് കാറ്റടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇളക്കം വരുന്നുണ്ട്. അത് കുറച്ച് ഭയാനകമാകുന്നുണ്ട്. എന്നാലും നമ്മൾ താഴോട്ട് നോക്കാതെ മുകളിലോട്ട് നോക്കി നടന്നാൽ മതിയായിരിക്കും. എന്റെ പൊന്നേ മതി, വെറുതെ പ്രഷർ കയറ്റി എന്തിനാ നമ്മൾ ചാവുന്നത്. അപ്പോ അവര് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആളൊരു യൂട്യൂബറാന്ന് തോന്നുന്നുണ്ട്. കൈമയൊക്കെ ഗോപ്രോയും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. ഭയങ്കര ധൈര്യം തന്നെ കേട്ടോ. എന്നെ കൊണ്ടൊന്നും ഇത് സാധിക്കില്ല. ആളെ നോക്കിയിട്ടാണ് ഇപ്പൊ എല്ലാവരും നിക്കുന്നത്. ആള് ചാടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഉള്ള ചുറ്റുള്ള എല്ലാവരും നിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഇവർ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു തരും കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ ഒരു കുട്ടിയുടെ ധൈര്യം ഞാൻ ശരിക്കും സമ്മതിച്ചു കൊടുത്തു കേട്ടോ. എന്നെ കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ചാട്ടം ചാടാൻ പറ്റില്ല. എനിക്ക് ഹൈറ്റ് അത്ര പേടിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നാൽ കൂടി ഇത് കണ്ടു നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് ഇറങ്ങി നമ്മുടെ ഷൂവിന്റെ ഒരു കവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ അവിടെ ഇട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഷൂ ആക്കി. ഞാൻ വന്നപ്പോൾ വെള്ള ഷൂ ആയിട്ട് വന്ന ഞാനായിരുന്നു. തിരിച്ചും കറുപ്പ് ഷൂ ആയിട്ടാണ് പോകുന്നത്. നടന്ന് ഞാനുണ്ടല്ലോ കലോറി ഒന്നും കൂടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മാത്രം നടക്കുന്നുണ്ട്. സോ നമ്മളിവിടെ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്തത് നമ്മുടെ ഗേറ്റ് ഓഫ് ഹെവൻ, അതായത് സ്വർഗത്തിലേക്കുള്ള വാതിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു കോഴിയുടെ തലയും അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. ചൈനയിൽ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമുക്ക് എന്ത് ഡിഷാണോ തരുന്നത് ആ ഡിഷിന്റെ തല മുതൽ വാല് വരെയുള്ള എല്ലാ ഭാഗങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. എസ്പെഷ്യലി ചിക്കനും ഫിഷും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഫുഡ് കഴിച്ച് വന്ന് ഇനി നമ്മൾ കേബിൾ കാർ യാത്രയ്ക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വലിയ ഒരു കേബിൾ കാർ റൈഡിന്റെ കേസ്, അത് ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ തെറ്റി പറഞ്ഞു പോയി. അതല്ലായിരുന്നു ആ കേബിൾ കാർ. നമ്മൾ ഇന്നലെ പോയത് ടിയാൻസി മൗണ്ടെയിനിലായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ടിയാമൻ മൗണ്ടെയിനിലാണ് കേട്ടോ. ടിയാമൻ മൗണ്ടെയിനിലുള്ള കേബിൾ കാർ യാത്രയാണ്. 7.5 കിലോമീറ്റേഴ്സ് ഉള്ള ആ ഒരു യാത്ര സിറ്റിയിൽ നിന്നും ഏകദേശം 4000 മീറ്റർ മുകളിലേക്കാണ് ഈ ഒരു കേബിൾ കാർ പോകുന്നത്. മുൻപ് ഈ കേബിൾ കാർ വരുന്നതിന് മുൻപായിട്ട് 99 ഹെയർ പിൻ വളവുകളായിരുന്നു. അതിങ്ങനെ വളഞ്ഞും പൊളഞ്ഞും കയറാൻ കുറെ നേരം എടുക്കുമായിരുന്നു. ബട്ട് നൗ നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത്. ഇപ്പോഴും ഷട്ടിൽ ബസ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഷട്ടിൽ ബസ്സിന്റെ പാർക്കിംഗ് പറഞ്ഞിട്ട്. സോ നമ്മൾ അതിന് പോവാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഫുൾ ജാപ്പനീസ്, കൊറിയൻസ്, ചൈനീസ്, അങ്ങനെ ഏഷ്യന്നുള്ള ആൾക്കാരാണ് കൂടുതലായി. ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആൾക്കാർ കുതിച്ചു വന്നത്. ഭയങ്കര ഒച്ചയും ബഹളമാണ് കേട്ടോ. നിറച്ച് ഗൈഡുമാരും ഒച്ചയും ബഹളവും. പിന്നെ ഇവിടേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുക നിങ്ങളൊരു ഗൈഡിന് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു പാക്കേജ് പോലെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ബഹളം. കാരണം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോവാനും പിന്നെ ഓരോന്നിന്റെ ഗേറ്റ് കണ്ടുപിടിക്കാനും എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ പ്രിഫർ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു ഗൈഡിന് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുണ്ടാവോ? മൈക്ക് വെച്ചേക്കുന്ന കാര്യം കൊണ്ട് കുറച്ച് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അങ്ങോട്ടൊന്ന് കാണിച്ചോടത്തെ. അപ്പൊ നമ്മൾ അങ്ങനെ ടിയാമൻ മൗണ്ടെയിനിലേക്കുള്ള കേബിൾ കാർ യാത്രക്ക് പോവാണ്. ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്. സിറ്റിയുടെ മോളിൽ കൂടെയാണ് നമ്മളിപ്പോ ഈ കേബിൾ കാറില് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേബിൾ കാർ ശരിക്കും വീടുകളുടെ മോളിക്കൂടിയും അതേപോലെ ബിൽഡിങ്സിന്റെ മോളിക്കൂടൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവരെ വീടുകളുടെ മോൾ ഭാഗമൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും. അത് മാത്രമല്ല ഈ ഒരു ആർക്കിടെക്ചർ നമ്മൾ മുൻപ് ജർമ്മനിയിൽ കോൾമർ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ശരിക്കും സിറ്റിയുടെ മുകളിൽ കൂടെയാണ് ഈ ഒരു കേബിൾ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെയായിരിക്കും ഈ റോഡിന്റെ മുകളിലും അതേപോലെ വീടുകളുടെ മുകളിലും ഇവർ ഈ പണി നടത്തിയിട്ടുണ്ടായിരിക്കും. ഇന്നലെ പോയതിന്റെ അത്രയും പേടിയൊന്നും ഇതിന് തോന്നുന്നില്ല. ഇത് നമ്മൾ ശരിക്കും കേബിൾ കാർ യാത്ര പോകുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്.
മറ്റേ ഇന്നലെ പോയത് ശരിക്കും ഭയങ്കര താഴ്ചയും ആ ഒരു പാറക്കെട്ടും കണ്ടപ്പോ നമ്മൾ വേറെ എവിടെയോ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇന്ന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്ത് തോന്നുന്നു എല്ലാവർക്കും? പറയൂ. ശരിയാ, പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത പോലെ. നടക്കം മാത്രല്ല, കയറുക ഇറങ്ങുക അങ്ങനെയായി. ഞങ്ങൾ ചില വയോവൃദ്ധ ജനങ്ങളൊക്കെ ഇതിലുണ്ട്. ഞങ്ങളൊക്കെ ടയേർഡായി, ഡെഡ് ടയേർഡ് എന്ന് പറയില്ല, അതായി. ഇനിയിപ്പോൾ നോക്കിയിരിക്കുക, എവിടെ ചെന്ന് നിർത്തുക വെച്ചാൽ അവിടെ ഇറങ്ങുക, നടക്കുക, കയറുക, ഇറങ്ങുക. പണ്ട് 1989 കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ ഉള്ള സമയത്ത് ആദ്യമായിട്ടാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് കേൾക്കുന്നതും കാണുന്നതൊക്കെ. പണ്ട് ഡൽഹിയിൽ ഒരു അപ്പുകറുണ്ടായിരുന്നു, അത് ചില സാധാരണ പോലത്തെ ഒരു ഇതായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും, അന്ന് മോനൊക്കെ ചെറുതാണ്, ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഈ റോളർ കോസ്റ്റർ എന്താണെന്നൊന്നും അറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ആൾക്കാർ ഒച്ച എടുത്ത് പോകുന്നത്. അപ്പം മോൻ ചെറുതായ കാരണം അച്ഛനും മോനും കൂടി ഒരു സീറ്റിൽ, പിന്നത്തെ സീറ്റിൽ ഞാൻ. അത് വിടണ നേരത്തെ ഒരു ചൈനീസ് ആൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവസാനം റോളർ കോസ്റ്ററിൻ്റെ ചുറ്റിലും കറങ്ങൊക്കെ വന്നു. ഇവര് നോക്കിയപ്പോൾ ഞാൻ ആ ചൈനക്കാരനെ കെട്ടിപ്പിടിച്ചു, പേടിച്ചിട്ട്. അയാളും ഷോക്കടിച്ചോലിരിക്കുന്നു, ഞാനും. അന്ന് അങ്ങനെ ആ ചൈനക്കാരനൊരു ഭാഗ്യം കിട്ടി. അതാണ് ആദ്യത്തെ റോളർ കോസ്റ്റർ എക്സ്പീരിയൻസ്. അല്ല, ഇറങ്ങാൻ നേരത്ത് ഇവരെന്നോട് പറഞ്ഞ് ഇറങ്ങൂന്ന് പറയുമ്പോ ഞാൻ അയാളെ പിടിച്ച് കണ്ണോടിച്ചിരിക്കുന്നു. അന്ന് കുറെ കാലത്തേക്ക് അതൊരു തമാശയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ ജീവിതാനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പല ദിക്കിലും ട്രാൻസ്ഫറായി പോയിട്ടും അങ്ങനെ പലതുണ്ട്. എന്റെ രണ്ടാമത്തെ ട്രിപ്പ് അച്ഛൻ്റെ 3-4 ആയി. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് നമ്മൾ പറയൂലേ. അതേപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനും ഉണ്ടായിരിക്കും എന്നും പറയും. ഈ വട്ടത്തെ നമ്മുടെ ചൈന യാത്രയിൽ ഞങ്ങൾ ഒരു പാഠം മാത്രമല്ല പഠിച്ചത് കേട്ടോ, കുറേ അധികം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. കാരണം ഒട്ടുമിക്ക പേരും റിട്ടയർമെന്റ് കഴിഞ്ഞ് അവർ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നവരായിരുന്നു. സോ അവരുടെ പല ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് ഓരോ പാഠങ്ങളായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വയസ്സാവുന്നതിനേക്കാളും മുൻപ് നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത്. കാരണം നമുക്ക് വയസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല പ്രായത്തിൽ നമുക്കത് ചെയ്യായിരുന്നല്ലോ എന്നുള്ള ഒരു തോന്നല് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും കേബിൾ കാർ യാത്ര തുടർന്നുകൊണ്ടേ ഇരുന്നു. നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താനായിട്ട് പറ്റില്ല, കാരണം കേബിൾ കാറിന്റെ എന്തോ മെയിൻ്റനൻസ് ഉള്ള കാരണം കൊണ്ട്. സോ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാണ് ഇനി പോകുന്നത്. കേബിൾ കാർ യാത്ര കഴിഞ്ഞിറങ്ങി ഇനി നമ്മളിവിടുന്ന് ഷട്ടിൽ ബസ് എടുത്തിട്ട് വേണം നമ്മള് സ്വർഗത്തിലേക്കുള്ള വാതിൽ കാണാൻ പോവാൻ വേണ്ടിയിട്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കേബിൾ കാർ കേടായത് വളരെയധികം നന്നായി. കാരണം നമ്മൾക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഹെയർ പിന്നിക്കൂടെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. നമ്മളിപ്പോ 71ാമത്തെ ഹെയർ പിന്നാണ് എത്തിയിരിക്കുന്നത്. റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു 1.5 റോഡാണ് കേട്ടോ. എന്താ ഒരു കൺസ്ട്രക്ഷൻ എന്നാണ് ഞാൻ ആലോചിക്കണേ. എന്റെ ലൈഫിൽ ഞാൻ ഇതേപോലെ ഇത്ര കർവി കൂടെ പോയിട്ടില്ല. അത് ഇത്ര ഫിനിഷിങ് കർവുകളും അവിടെ നിങ്ങൾക്ക് കാണാം. 73 എഴുതി വെച്ചിട്ടുണ്ട്. 73 ഹെയർ പിന്നുകൾ നമ്മൾ കഴിഞ്ഞു. അമ്മേ പൊള്ളി പൊള്ളി എന്ന് വെച്ചാൽ പൊള്ളി. നിങ്ങൾക്ക് വീഡിയോസ് എടുക്കുമ്പോ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്കൊക്കെ കാണിക്കണ്ടേന്നുള്ളത് അതിൽ കാണാം. നിങ്ങൾക്ക് ആ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, നമ്മൾ ഇത് വേറെ ലോകത്ത് എത്തിയ പോലത്തെ ഫീലാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത് ചെയ്യണം നിങ്ങൾ. അവിടെ നിന്ന് കേബിൾ കാറിൽ വന്ന് അവിടെ നിന്ന് ഇതെടുക്കുക. അപ്പൊ ആ 2 എക്സ്പീരിയൻസും കിട്ടും. മോളിലേക്ക് നോക്കിയേ, എന്തൊക്കെ എടുക്കണ്ടേന്ന് എനിക്ക് മനസ്സിലാവണില്ല, എന്തൊക്കെ പറയണ്ടേന്ന് എനിക്കറിയില്ല. മീൻസ് ആകെ മൊത്തം ഏതൊരു മായ ലോകത്തെത്തിയ പോലെയാണ് കേട്ടോ തോന്നുന്നത് നമുക്ക്. 99 ഹെയർ പിന്നുകൾ കയറി വന്നില്ലേ. അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്യൂ ഞാൻ ഇവിടുന്ന് തരാട്ടോതാ. ഇവിടെ ഇപ്പൊ ഈ ഒരു ഷട്ടിൽ ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നുള്ളൂ. മുൻപ് ബാക്കിയുള്ളവർക്ക് ഇവിടേക്ക് കയറാനായിട്ടുള്ള അനുവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ സർവീസ് ഷട്ടിൽ ബസ് മാത്രമേ നടത്തുന്നുള്ളൂ കേട്ടോ. വേറെ ആർക്കും ഇവിടേക്ക് കയറാനായിട്ട് പറ്റില്ല. എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ ആ ഒരു സിറ്റിയിൽ നിന്ന്, അതായത് നിങ്ങളിപ്പോ നേരിട്ട് കാണുന്ന ആ സിറ്റിയിൽ നിന്ന് കേബിൾ കാർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ മലയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ വന്ന സ്ഥലം കാണിച്ചു തരട്ടെ. അപ്പൊ നമ്മളിപ്പോ
സ്വർഗത്തിന്റെ വാതിലിന്റെ അവിടെയാണ് നിൽക്കുന്നത്. 999, അതായത് 999 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ഈ ഗേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹോളാണ് കേട്ടോ. വേറൊരു ഇൻഫർമേഷൻ കൂടി തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റേഞ്ച് റോവർ എന്ന് പറയുന്ന ഒരു കാർ കമ്പനി ഒരു ആഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ 99 സ്റ്റെപ്പുകളും അവരുടെ കാറ് വെച്ച് കയറി മുകളിൽ എത്തുന്നത്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആഡായിരുന്നു കേട്ടോ. അതിനുശേഷം കൂടിയാണ് ഈ ഒരു സ്ഥലം ഫേമസ് ആവുന്നത്. സ്വിറ്റ്സർലാൻഡിന്റെ വേറൊരു രൂപം പോലെ എനിക്ക് തോന്നിട്ടോ. സോ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാനായിട്ട് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈന വന്ന് കാണാം. ചൈന കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. പല രാജ്യങ്ങളുടെയും ഒരു എന്താ പറയാ, ഒരു കൂട്ടായ്മയാണ് ഈ ചൈന എന്ന് പറയുന്നത്. സോ ലൈഫിൽ 1 ടൈമെങ്കിലും നിങ്ങൾ ചൈന വന്ന് കാണണം. പേടിക്കേണ്ട ഒരു രാജ്യമല്ല, നിങ്ങൾ വന്ന് കണ്ടിരിക്കണം. എസ്കലേറ്റേഴ്സിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ഈ പറയുന്ന മല മുഴുവൻ കയറി നടക്കാൻ വേണ്ടി പോകുന്നില്ല. സോ 12 എസ്കലേറ്റേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ പോകുമ്പോഴാണ് നമ്മളോട് പറഞ്ഞത് സിനിമയൊക്കെ ഡൗൺലോഡ് വെച്ചോ അത്ര അധികം ദൂരം പോവാനുണ്ട് എന്നുള്ളത്. സോ എല്ലാവരുടെയും നമ്മൾ പാസ്പോർട്ട് കൊടുക്കണം. വേണ്ട, അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കൊടുത്ത് പാസ്പോർട്ട് സ്കാൻ ചെയ്യണം. ഇനി നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. കണ്ടോ, എല്ലാവരും ടാറ്റൊക്കെ എനിക്ക് തരുന്നുണ്ട്. ഒരു ഗായിക സംഗീതം. നിങ്ങളിപ്പോ നമ്മൾ ഓൾറെഡി 3 എസ്കലേറ്റേഴ്സ് കഴിഞ്ഞു. ശരി, തേർഡ് എസ്കലേറ്റർ ആണിത്. വീഴാൻ പോകുന്നുണ്ട്. കുറച്ച് പിടിച്ചൊക്കെ നിക്കണം. ഭയങ്കര സ്ലോപ്പ് ഉണ്ട് ഇതിന്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് നിക്കുന്നത്. പിന്നെ മോൾ ഭാഗം നിങ്ങൾ നോക്കി, ശരിക്കും നമ്മള് ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന പോലെ തന്നെയുണ്ട്. കണ്ടോ, നല്ല രസല്ലേ. എല്ലാവരും മോളിന് താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് അങ്ങനെ താഴത്തുനിന്ന് മോളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ തുരങ്കം മുഴുവൻ ഇവരുണ്ടാക്കി നമ്മൾ ഈ 12 എസ്കലേറ്റേഴ്സിന്റെ ഹലോ, എല്ലാവർക്കും ഹലോ ഹായും പറയാണ്ട് പറ്റില്ല. വീഴും. ഇത് നോക്കിയ നിങ്ങള് ആ ഡീപ്പ് കണ്ടോ. എന്റെ അമേരിക്കാനൊക്കെ പോകും. ഞാനത് പിടിക്കട്ടെ. നമ്മളിപ്പോ 6 എണ്ണം കഴിഞ്ഞ് മോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. യെസ്, ഇനി എടുക്കാനുണ്ട്, ഇനിയും പോവാനുണ്ട്. ഇതാണ് ആ ഹോള് കേട്ടോ. നമ്മൾ താഴേന്ന് കാണുമ്പോ ചെറുതുപോലെ തോന്നുന്നുണ്ടെങ്കിലും ഓ മൈ ഗോഡ്, ഇത് നോക്ക്. ഓ എന്താലേ എന്ന് നിങ്ങൾ തന്നെ പറയും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റിട്ടെങ്കിൽ നിങ്ങൾ പറയും. ഇത് നോക്കി, മാതിരി പാറ, അതിന്റെ നടുക്കൊരു ഹോള്, അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്. ഇനി എന്തുകൊണ്ടാണ് അവർ ഈ 999 എല്ലാത്തിലും ഈ 9 വെക്കണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചൈനീസ് വിശ്വാസ പ്രകാരം 9 എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ലക്കി നമ്പറാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവര് എപ്പോഴും ഈ 999999 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് 99 ഹെയർ പിൻസും 999 സ്റ്റെപ്സും. അപ്പൊ നമ്മളെ മോളിൽ നിന്ന് കാണുന്ന ഹോളാണ് ഈ കാണുന്നത് കേട്ടോ. ചെറുതല്ല, വളരെ വലുതാണ്. നമ്മുടെ ടൂർ ഗൈഡ് വിളിക്കുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. നമ്മള് ടോപ്പ് എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ ഒരു ഹോൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഭയങ്കര തിരക്കാണ്. പറഞ്ഞിട്ട് കാര്യം അവിടെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. സോ ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ സൈഡിൽ കൂടെ പോയി നമ്മൾ ഇനി ഇതിന്റെ മുകളിലേക്കാണ് കയറാനായിട്ട് പോകുന്നത് കേട്ടോ. അവിടെയാണ് നമ്മൾക്ക് ഗ്ലാസ് പാത്ത് വേ ഉള്ളത്. സോ നമുക്ക് ഇങ്ങനെ, ഇപ്പൊ നമ്മളിവിടെ കോൺക്രീറ്റ് കൂടെ നടക്കണത്, പക്ഷെ അതിന് പകരം അവിടെ ഗ്ലാസ് ആയിരിക്കും. സോ അതിനാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഫുൾ അഡ്വഞ്ചറസ് ജേണി മാത്രമാണ്. നമ്മുടെ ഒപ്പം ഉള്ള എല്ലാവരെയും കണ്ണു തള്ളിയിട്ട് അവിടെ നിൽക്കണത്. ഇത്രയധികം ഒരു ഫെസിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്ര അധികം ആൾക്കാരെ ഒരേ സമയം കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ് അവര്. ഇത് 6ാമത്തേതാണ് ഞങ്ങൾ കയറുന്നത്. ഇത് 7ാമത്തേതായി. അല്ല, അത് എണ്ണാൻ പറ്റുന്നില്ല കേട്ടോ. സത്യമാണ്. ഇങ്ങനെ ഒരെണ്ണം കഴിയുമ്പോ അടുത്തേക്ക് കയറി പോയോണ്ടിരിക്കുകയാണ് സംഭവം. ചൈന ഭയങ്കര തന്നെ, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അനുഭവം. ശരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഉള്ളത്. അത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും
എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. വെറുതെ കണ്ടുപോവല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏത് വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ശരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു. നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഞങ്ങളെ ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ. അതായത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരുന്നുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ. സോ ആള് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നോക്കി വായിച്ചു. സോ നമ്മൾ പറയാം, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൾട്രാ ഹൈ ഓവർലോഡഡ് ബെസ്റ്റ് ടൈപ്പ് എസ്കലേറ്ററിലാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. ടോട്ടൽ 14 എസ്കലേറ്റേഴ്സ് ആണ് ഉള്ളത്. ഓൾമോസ്റ്റ് 500 മീറ്റർ ആണ് ഈ എസ്കലേറ്റേഴ്സിന്റെ നീളം. അതും ആർട്ടിഫിഷ്യൽ ടണൽ, അതായത് തുരങ്കം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് ഈ എസ്കലേറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്. 1 മണിക്കൂറിൽ 6000 പാസഞ്ചേഴ്സിനെ കടത്തിവിടാൻ പറ്റും. കടത്തിവിടാനായിട്ട് പറ്റും. അതായത് രണ്ട് ഡയറക്ഷനിലേക്ക് പോകും, ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ആൾക്കാരുടെ തിരക്കനുസരിച്ച് ഇപ്പൊ കണ്ടോ, ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറാനാണ് ആൾക്കാർ കൂടുതൽ. അപ്പൊ അത് കാരണം കൊണ്ട് 2 വേ അങ്ങോട്ടേക്കും 1 വേ താഴത്തോട്ടേക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എസ്കലേറ്ററിൽ കുറേ നേരം നിന്ന് നമ്മൾ മുകളിലെത്തി. അത് കഴിഞ്ഞ് വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും മുഖത്തും ഭയങ്കര ഒരു എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. കാരണം എന്തായാലും ഇത് വന്ന് കാണണമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താ പറയാ, ആ തുറന്ന് അത്രയും ദൂരം എസ്കലേറ്റർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ടെക്നോളജി വേറെ ലെവൽ. ഞാൻ പറയില്ല, സ്വിറ്റ്സർലാൻഡിൽ പോലും ഇത്രയും ഇല്ലല്ലോടാ. മീൻസ് അവിടെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അവിടെയാണ് ഇത്രയും വലിയ കേബിൾ കാർസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ് ആക്ച്വലി. ഇനി നമ്മൾ പോകുന്നത് ഗ്ലാസ് വാക്കിലേക്കാണ് പോകുന്നത്. അതായത് ഇനിയിപ്പൊ നമ്മൾ ഏകദേശം എത്തി, ബഹിരാകാശം മുട്ടാറായി. അപ്പൊ ഇനി അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഗ്ലാസ് കൂടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റേത് നമുക്ക് അത്ര പേടിക്കാനുണ്ടായിരുന്നില്ല, പക്ഷെ ഇനിയാണ് ശരിക്കും പേടിക്കാൻ നമ്മൾ പോകുന്നത്. ഇനി നമ്മുടെ മുകളിൽ ഒറ്റ മലയില്ല കേട്ടാ, എല്ലാം താഴ്ത്തിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ മാതാവേ, ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടാ ആ ഒരു കേവ്. അതിന്റെ മുകളിലേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കേട്ടാ. സിറ്റി ആ സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടുന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ഈ സംഭവം. ഓരോ സൈഡും ഓരോ പോലെയാണ് കേട്ടാ. നമുക്ക് ഇനി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഞാനിങ്ങനെ കുറെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടെന്നോ ചോദിക്കട്ടെ കേട്ടാ. എങ്ങനെയുണ്ട് സംഭവം? നല്ല അടിപൊളി. ചൈന മുഴുവൻ നടന്നു കണ്ടു. ഞാൻ ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞപ്പോ ആർക്കും വയ്യ അത്ര ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പൊ പറയും എങ്ങനെയുണ്ടായിരുന്നു? അമേസിംഗ്, നല്ല അടിപൊളി സ്റ്റെപ്പ് കയറിയാണ്. എത്ര സ്റ്റെപ്പ് ആയിരുന്നു? 999 സ്റ്റെപ്സ് വിത്തിൻ 15 മിനിറ്റ്സ്. അങ്ങനെയാണ് ഞങ്ങൾ കയറി. ഞങ്ങൾ 4 പേര്, ഞങ്ങളുടെ കൂടെ 5 പേര്. ഞങ്ങളുടെ കൂടെ ഉള്ള ചേച്ചി ഉണ്ട്, ലിസ ചേച്ചി. അടിപൊളി എനർജി. കേറി കഴിഞ്ഞു വന്നപ്പോ അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങിണ്ടെന്നാണ് പറയണേ. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടയേർഡായി, ബട്ട് വാസ് ഗുഡ്. എന്തോ എസ്കലേറ്റർ കേറി നമ്മൾ എസ്കലേറ്റർ കേറി തന്നെ ടയേർഡായി. ഞങ്ങൾ അവസാനം വിചാരിച്ചേ സ്വർഗത്തിൽ ഇനി ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഡിന്നർ കഴിക്കേണ്ടി നമുക്ക് കർത്താവിനെ തൊടാം. അത്ര എത്തിയിട്ടുണ്ട്. നമ്മൾ കൈ പൊക്കിയാൽ കർത്താവ് ഇരിപ്പുണ്ട് അവിടെ. അത്ര പൊക്കത്തിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് റെസ്റ്റ് ടൈം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹച്ചാക്കും ഞങ്ങൾ ഒക്കെ ചത്തുപോകും. കേറിയ ആൾക്കാരാണ് 999 സ്റ്റെപ്പ് കയറിയ ആൾക്കാർ. എന്താ പറയേണ്ടത്? എങ്ങനെയുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറിയപ്പോ? ഫാബുലസ് എക്സ്പീരിയൻസ്. നടന്നു വിഷമിച്ചു. അങ്ങനെ പൊറോട്ട നമുക്ക് പേടിയോ? അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. സ്ലോപ്പ് എങ്ങനെ? വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ്. കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കയറി കഴിഞ്ഞാൽ പൊറോട്ട നമുക്ക് പേടിയോ? അല്ലെങ്കിൽ കയറി പോവാം. കുത്തനുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇരുന്നാണ് കയറി പോകുന്നത്. ബാക്കിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളാണ് താഴെയൊക്കെ നിന്ന് വിചാരിച്ചുകൊണ്ട് കൂവൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങളല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്നാ പറഞ്ഞേ, ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. എനിക്ക് പോലോസേട്ടനെ ആയിരുന്നു പേടി. പക്ഷെ പോലോസേട്ടനും നല്ല മിടുക്കനായിട്ട് എന്നെ കയറാൻ പറ്റി. ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്വസ്ഥമായിട്ട്, സാറാണെങ്കിലും 2 കയ്യിൽ പിടിച്ച് ഹാൻഡിലിൽ പിടിച്ച് കയറിയത് ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം. ഇനി പൗലോസൂട്ടി ഉണ്ട് ഇവിടെ. ആളുടെ ഹസ്ബൻഡാണ്. ഞാനേ ശരിക്കും പറഞ്ഞ ഒരു ഹാർട്ട് സർജറി ചെയ്ത ആളാണ്.
എനിക്ക് അങ്ങനത്തെ ഒരു ബോധം പോലുമില്ല. ഞാൻ എവിടെയും കയറും. പിന്നെ രാവിലെ ഒന്നും 5 കിലോമീറ്റർ നടക്കണ ആളാണ്. എനിക്ക് ഇതൊരു ഭയങ്കര ത്രില്ലായിട്ട് തോന്നി, സന്തോഷം തോന്നി. ആ മനസ്സിനകത്ത് ഇരുന്ന് കുറെ കുശുമ്പും കുണ്ടായ്മയൊക്കെ പോയി. അപ്പൊ 999 സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ കുശുമ്പും കുന്നായ്മയും പോകുമെന്നാണ് ജോസഫ് കൂട്ടിന്ന് പൗലോസ് കൂട്ടി പറയുന്നത്. ഇനി ഒരാളും കൂടി കയറിയിട്ടുണ്ട്. ഉത്തേജകം കൊടുത്ത ആളാണെന്നാണ് പറയണേ. മാഷുണ്ട വിസിലടിച്ച ആൾക്കാരെ കയറണേ. ഒരു കോളേജ് പ്രൊഫസറാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര എനർജി ആയിക്കാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 100-120 സ്റ്റെപ്പും കൂടി കയറിയതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് പാത്തിലേക്ക് പോകുന്നത്. അതാണ് നമുക്ക് ശരിക്കും സ്വർഗത്തിലൂടെ നടക്കുന്ന പോലെ തോന്നുക. കാരണം അടിയിൽ ഗ്ലാസ്, മുകളിൽ ആകാശം, പിന്നെ ഒരു താഴെ ഭൂമി. താഴെ പോയി കഴിഞ്ഞാൽ ഭൂമിയിലെത്തും. എന്തായാലും താഴെ പോയി ഭൂമിയിലെത്തി കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. വീട് ഷട്ടിൽ പോലെ. അയ്യോ, ഞാൻ നന്നായിട്ട് കിതക്കുന്നുണ്ടല്ലേ. ഓക്കെ, സോ നമ്മളിപ്പോ അവിടേക്കാണ് പോയോണ്ടിരിക്കണം കേട്ടോ. ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഷൂവിന് വീണ്ടും കവർ ഇടണം, എന്നിട്ട് വേണം നമ്മൾക്ക് പോവാനായിട്ട് കേട്ടോ. ഇതിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം. സോ നമ്മുടെ പാക്കേജിൽ അത് ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ വെറുതെ പോവാ, ഷൂവിന് കവർ ഇടുക, നടക്കുക, വീഡിയോ എടുക്കുക, തിരിച്ചു വരിക, അത്രയ്ക്കേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആന്റി പറഞ്ഞ പോലെ നമുക്ക് ദൈവത്തോടൊപ്പം ഇരുന്ന് വേണമെങ്കിൽ 2 അടിച്ചിട്ട് വരാം. സ്മോള് വരെ. ഓക്കെ ഇവിടെ നിന്ന് സാധനം എടുക്കുക, കാലുമിടുക. സന്തോഷത്തിന്റെ പറയട്ടെ ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോ സ്വർഗത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ താഴ്ഭാഗം നിങ്ങൾ നോക്കിയേ, എന്റെ മോനെ. ഞാൻ ഈ ഒരു ഹാൻഡിലും തൂങ്ങി എടുക്കാണ്, എനിക്ക് പേടിയായിട്ട്. അതെന്താ എല്ലാവരും അതിക്കൂടെ പോണേ, ഇതിക്കൂടെ പോ. നമ്മള് വന്ന ആ വഴികളാണ് കാണുന്നേ. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. കൈവാക്കിക്കൂടെ നടക്കാൻ വന്ന ആൾക്കാര് കൈവാക്കിക്കൂടെ അല്ല ഇപ്പൊ പോകുന്നത്, നോക്ക് മരത്തുമ്മ കൂടെയാണ് പോകുന്നത്. അങ്ങോട്ട് നോക്കിയേ, എങ്ങനെയുണ്ട്? ഭയങ്കര നല്ലതുപോലെ പേടിയാവുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. വീഡിയോ എടുത്താ പേടിയാവില്ല എന്നാണ് പറയുന്നത്. ഈ സൈഡാണ് കേട്ടോ ഭയങ്കര ഭാരം. ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്നതോറും കൂടുതലാണ് ഞാൻ തോന്നുന്നേ. ഒന്ന് മാറോ, ഒന്ന് പൊക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. കാല് വെക്കുന്ന ആ ഒരു അളവ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ. ഗ്ലാസ് ചിഹ്നം സൂക്ഷിച്ച് ചവിട്ടാനുള്ള അഭിപ്രായം വരുന്നുണ്ട്. നമ്മുടെ ടൂർ കോർഡിനേറ്റർ 2 വാക്ക് സംസാരിക്കുന്നതാണ്. അടിപൊളി ടീമാണ്. ഞാൻ ഇത്രയും വന്നതിൽ നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിച്ചു എല്ലാവരും ഏജിലാണ് മലയാളീസ്, ഇവരും കൊണ്ട് എങ്ങനെ വരിക എന്നായിരുന്നു. ബട്ട് ഇറ്റ്സ് എ വണ്ടർഫുൾ ടീം. സോ ഏജ് എന്ന് പറയുന്നത് പാസ്പോർട്ടിൽ മാത്രമേ കണ്ടുള്ളൂ ആക്ച്വലി ഞാൻ. ബട്ട് എനർജറ്റിക് കാണുമ്പോൾ ഞാൻ കുറച്ച് ഏജിലാണെന്ന് എനിക്ക് ഡൗട്ട് ആവുന്നുണ്ട്. സോ നൈസ്, ഗുഡ്. ചൈനയിൽ എല്ലാവരുടെയും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഫോട്ടോ എടുത്ത് തരും കേട്ടോ അവര്. അതായത് ഫോട്ടോ എടുക്കും, താഴെ ചെല്ലുമ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. എക്സ്ട്രാ കാശ് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ല പോസ് ഉള്ളത് കിട്ടും. എന്റെ മോനെ, ഇത് നോക്കിയ നീ സ്വർഗത്തിലല്ലാന്ന് ആരാ പറയാ. എടാ, നമുക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഇവിടുന്ന് ഒരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണമായിരുന്നു. ആളെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കാം നമുക്ക്. നമ്മളിവിടെ നിൽക്കുക, എന്നിട്ട് ഈ ഒരു പോസ്റ്റിൽ ഫോട്ടോ എടുക്കുക. പണ്ട് നമ്മുടെ നാട്ടില് ഇങ്ങനെ കൊണ്ടുപോകാറില്ലേ, 2 സൈഡിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട്. ആ ഒരു സിസ്റ്റമൊക്കെ ഇപ്പോഴും ചൈനയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒരു വിഷ് ചെയ്തൊരെണ്ണം കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്കിന്ന് ഫ്ലൈറ്റ് ആണ്, നമ്മളിന്ന് ഷാങ്ഹായിലേക്ക് പോവാണ്. അതെവിടെ ഉണ്ട് വിഷ് ചെയ്തിട്ടേക്കുന്നത്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ചൈനക്കാർക്ക് കുറേ അന്ധവിശ്വാസങ്ങളുള്ള ഒരു നാടാണ് കേട്ടോ. ചൈനക്കാരുടെ വിശ്വാസം അനുസരിച്ച് കണ്ട വിഷുകളാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത് കേട്ടോ. കണ്ട എല്ലാവരും നിങ്ങൾക്ക് അങ്ങനെ റെഡ് കളർ കാണാനായിട്ട് പറ്റും. അതെല്ലാം വിഷുകളാണ് ഇവരുടെ. എനിക്കിത് കൂടെ നടന്നപ്പോ ഞാൻ ആലോചിച്ചത്, ഇതിൽ കൂടെ നടക്കാൻ നമ്മൾക്ക് പേടിയാവുന്നു, പക്ഷെ ഇത് ഉണ്ടാക്കിയ ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. എത്ര ഹൈറ്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് എന്നുള്ളത് ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവൂലേ. പ്രകൃതിനെ ഒട്ടും നശിപ്പിക്കാത്ത രീതിയിലാണ് കേട്ടോ ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. നോക്കിയേ, എല്ലാ മരങ്ങളും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവർ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതും വുഡ് വെച്ചിട്ടാണ് മാക്സിമം കവർ ചെയ്തിരിക്കുന്നത്. സോ പ്രകൃതിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ ഒരു എസ്തറ്റിക് വ്യൂ കീപ്പ് ചെയ്യാനായിട്ടും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോവാണ്, ഞങ്ങൾ താഴേക്ക് പോവാണ്, താഴേക്ക് പോവാണ്. അതെ, നമ്മൾ വന്നപ്പോൾ ഷട്ടിൽ ബസ്സിലാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് പകരം ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു എക്സ്പ്രസ് കേബിൾ വേ എടുത്തിട്ട് താഴോട്ടേക്ക് പോവാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ കേബിൾ കാർ എടുത്തിട്ടാണ് വീണ്ടും താഴോട്ടേക്ക് പോകുന്നത് കേട്ടോ. സോ 2 കേബിൾ കാർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനുണ്ട്. അതെ, നടക്കാൻ കുറച്ചധികം ഉണ്ട് കേട്ടോ. സോ ഇങ്ങോട്ടേക്ക് വരുന്നവർ നടക്കാൻ ഉള്ള കാര്യങ്ങൾ കരുതേണ്ടതാണ്. പിന്നെ ഓടാനും കരുതണം. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഗ്രൂപ്പിനെ കണ്ടുപിടിക്കാനും അതേപോലെ നമ്മുടെ എന്താ പറയാ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട്. കാരണം നിറച്ച ആൾക്കാർ ഇനി ആ വീണ്ടും നിങ്ങൾക്ക് ആ സീനറി കാണിച്ചു തരുന്നില്ല. നമ്മൾക്ക് ഇനി അടുത്തത് ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് ഫ്ലൈറ്റ് പിടിക്കണം ഷാഹായിലേക്ക്. സോ അതാണ് നമ്മൾ ഇത്ര സ്പീഡിൽ ഓടുന്നത്. കാരണം ഫ്ലൈറ്റ് മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ വലിയ ഗൊണ്ടോള പോലത്തെ കേബിൾ കാറിലാണ് കേട്ടോ. ഈ ഒരു ഗൊണ്ടോള പോലത്തെ കേബിൾ കാറിൽ ഏകദേശം 32 പേരോളം കയറാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഒരു ബസ് പോലെ. അങ്ങനെ നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇനി ചൈനയ്ക്ക് വരാൻ ആഗ്രഹമുള്ളവർ കൈബന്ധിക്കുക. വേറെ രാജ്യത്തേക്ക് പോകുന്നാണ് പറയണേ. ട്രസ്റ്റ് മീ, ഇത് വെർത്താണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നത്. ഇതിലും വിട്ട് എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചൈനയ്ക്ക് പ്ലാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാട്ടോ. എന്റെ മുമ്പത്തെ ചൈന വീഡിയോസ് കാണാത്തവരോട് ഞാൻ പറയാം, നമ്മൾ ഡിന്നർ അല്ലെങ്കിൽ ലഞ്ചിന് എപ്പോഴും അവിടുത്തെ ഒതന്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് നമ്മൾ ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ ഒരു റെഡ് കളറുള്ള സാധനമാണ് കേട്ടോ. അത് കാരണം കൊണ്ട് അത് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മീനൊക്കെ അതേപോലെ തന്നെയാണ്, പക്ഷെ ഉപ്പുമുളകൊക്കെ ഉണ്ട്. ഇത്രയും നേരം ഓടിയതല്ലേ, സോ ഞാൻ വിചാരിച്ചു ഒന്ന് മസാജ് ചെയ്തേക്കാമെന്ന്. സോ നൗ വി ആർ ഇൻ മസാജ് സെൻറ്റർ അല്ല, മസാജിങ് ചെയ്യും. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാം സ്മൂത്തായിട്ട് നടന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളൊരു മസാജ് ചെയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മസാജ് കഴിഞ്ഞു, മുത്തുണ്ണിയും ചെയ്തു ഗായ്സ്. കാരണം നല്ലപോലെ നടന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് കുറച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സുഖമുണ്ടായിരിക്കും. സുഖമുണ്ടോ? സുഖമുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.